നാടൻ പാട്ടുകളിലൂടെ മലയാളിയെ ഗൃഹാതുരതയുടെ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ നടൻ കലാഭവൻ മണിയുടെ 10ാം ചരമവാർഷിക ദിനമാണിത്. മണിയുടെ നാടൻ പാട്ടുകൾക്ക് വരികൾ എഴുതിയ പാലക്കാട് സ്വദേശി മണിത്താമര മണിയുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നു. സുകേഷ് വല്ലങ്ങിയോടൊപ്പം ജലീൽ ആനപ്പുറം തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം. ശരിയാണല്ലോ, മനുഷ്യന് എപ്പോഴും ഒരു സമാധാനം. മണ്ണിന്റെ പാട്ടുകൾ പാടി കാരുണ്യ വിത്തുകൾ പാകി ഒരു ദിനമൊന്നും പറയാതെ വേദന തന്നു മറഞ്ഞ മുത്തേ. കലാഭവൻ മണിയുടെ പല പ്രശസ്ത നാടൻ പാട്ടുകളുടെയും രചയിതാവാണ് പാലക്കാട് നെന്മാറ മേലാർക്കോട് സ്വദേശിയായ മണിത്താമര. പേരിലെ സാമ്യം മാത്രമല്ല, കലാഭവൻ മണിയുടെ നാടൻ പാട്ടിനോടുള്ള ആഭിമുഖ്യവും മണിത്താമരയിൽ ഇഴചേർന്നിരിക്കുന്നു. മണിയെ മണിത്താമര ഓർത്തെടുക്കുന്നു. നമ്മുടെ എല്ലാമായ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന, ഒരു നേരം പോലും ഓർക്കാത്ത ദിവസമില്ലാത്ത നമ്മുടെ മണിച്ചേട്ടനെക്കുറിച്ചുള്ള ഓർമ്മ ദിനമാണ് മാർച്ച് 6. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വെള്ളി വെളിച്ചമായി വന്ന ഏറ്റവും വലിയൊരു കലാകാരനാണ് മണിച്ചേട്ടൻ. കാരണം അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എഴുതിയില്ലെങ്കിൽ ഞാൻ എവിടെയൊത്തില്ലെന്നും. ഇന്ന് ഈ നിമിഷം ഈ ചർച്ചയും ഈ ചാനലിൽ തന്നെ ഈ ഇൻ്റർവ്യൂ തന്നെ മണിച്ചേട്ടൻ്റെ പേരിലുള്ളതാണ്. അപ്പോൾ ഇന്ന് ഒരിക്കലും മാർച്ച് 6 മലയാളികൾ, ലോകമെമ്പാടുള്ള മലയാളികൾ ഒരിക്കലും മറക്കാത്ത ദിവസമാണ്. മണിച്ചേട്ടൻ്റെ ഒരു പാട്ടായിട്ട് ഞാൻ എഴുതി സംഗീതം ചെയ്ത് മണിച്ചേട്ടൻ പാടിയ ഏറ്റവും സൂപ്പർ ഹിറ്റ് പാട്ടായ ആ 2 വരിയിലൂടെ മണിച്ചേട്ടൻ ഓർക്കാം. ആരാരും ആവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100ൻ്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടമോടിടുമ്പോൾ കിക്കർ വലിച്ചെൻ്റെ കയ്യും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ആരാരും ആവാത്ത കാലത്ത് ഞാനിന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100ൻ്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടമോടിടുമ്പോൾ കിക്കർ വലിച്ചെന്റെ കയ്യും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. നിർമ്മാണ തൊഴിലാളിയായിരുന്നു 2ാം ക്ലാസ്സുകാരനായ മണിത്താമര. സ്വന്തമായി എഴുതാനറിയാത്തതിനാൽ ഭാര്യയുടെ സഹായത്തോടെയാണ് വരികൾ എഴുതിയത്. 26ാം വയസ്സിലാണ് പാട്ടുകൾ എഴുതി തുടങ്ങുന്നത്. കലാഭവൻ മണിയോടുള്ള ആരാധനയാണ് മണിക്കു വേണ്ടിയുള്ള ഗാനങ്ങൾ എഴുതാൻ പ്രേരണയായത്. ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന സിനിമയ്ക്കു വേണ്ടി പാട്ടുകൾ എഴുതിയ മണിത്താമര ഇതിനകം 172ഓളം പാട്ടുകൾ എഴുതി. ചെറുപ്പത്തിൽ ഭജന പാടിയാണ് ശ്രദ്ധേയനാകുന്നത്. ഒന്നുമല്ലാത്ത ഒരു നേരം ഒരു നല്ല ഷർട്ടോ അല്ലെങ്കിൽ ഭക്ഷണമോ ഒന്നും കിട്ടാത്തൊരു സമയം, ആരും എന്നെ ഒരു വില വയ്ക്കാത്ത സമയം, എന്തിനു പറയുന്നു, ഭാര്യയും മക്കളും അല്ലാതെ വേറൊരാളും അറിയില്ല മണിച്ചേട്ടൻ ഞാൻ പാട്ട് കൊടുക്കേണ്ടി അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. CD ഉണ്ടാക്കി ഞാൻ സൈക്കിൾ ചവിട്ടി വിറ്റൊരു കാലം. അന്നും ആർക്കും കൂട്ടുകാർക്കടക്കം ഡൗട്ടാണ് ഇയാൾ മണിക്ക് പാട്ട് എഴുതിയിട്ടുണ്ടെന്ന്. അങ്ങനെ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ എഴുതിയോടെയാണ് എന്നെ മലയാളികൾ അറിയുന്നതും ഇത്രയും വിദേശ പരിപാടികൾക്കും ഇന്ന് ഷോയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ മണിച്ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ മണിച്ചേട്ടനെക്കുറിച്ച് വേറുപാടിനെ കുറിച്ചൊരു ഞാനൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. ആരു ചതിച്ച ചതിയോ പൊന്നെ ദൈവം വീതിച്ച വിധിയോ, ഞങ്ങളുള്ളിലെത്തിയൊന്നണയ്ക്കാൻ നേരൊന്നു കാട്ടണം ദൈവേ. പാടിയ പാട്ടൊന്നു കേട്ടാൽ പഴയോർമ്മ പുതുക്കണ പൊന്നേ. ചേലുള്ള പാട്ടുകൾ പാടാൻ ഈ മണ്ണിലാരുണ്ട് മുത്തേ. മണ്ണിൻ മണമുള്ള പാട്ട് ഇനി പാടിത്തരാനാര്. മൺമറഞ്ഞെങ്ങു നീ പോയി മാനത്തിരിക്കണ മുത്തേ, മാനത്തിരിക്കണ മുത്തേ. മണിയെ സുഹൃത്തുക്കൾ വഴിയാണ് ബന്ധപ്പെടുന്നത്. 12ഓളം പാട്ടുകൾ മണിക്കു വേണ്ടി മാത്രമായി രചിച്ചിട്ടുണ്ട്. മക്കളായ ശ്രുതിനും സുബിനും സംഗീത രംഗത്തുണ്ട്. കുയിലെ ഞാലഞ്ഞോലി കുയിലെ എന്ന മണിത്താമരയുടെ പാട്ട് ഏറെ ഹിറ്റാണ്. സമൂഹമാധ്യമത്തിൽ 40 ലക്ഷം പേരാണിത് കണ്ടത്. നിലവിൽ ഗാനമേളകളിലും ഉൾത്തുടുപ്പ് ആൽബത്തിലും പാടുന്നു. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണീ തിടുക്കം. നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണീ തിടുക്കം. നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടേ.
UTV ന്യൂസ് പാലക്കാട്.